നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആർട്ടിക്കിൾസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 5 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീമിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്ന ഇത് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ അല്ല, പകരം ഹിന്ദുവിന്റെ ബിസിനസ് ലൈനിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീമിനെ കുറിച്ചിട്ടുള്ള. അത് നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്കമിംഗ് പ്രിലിംസിന് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. രണ്ടാമത്തെ ആർട്ടിക്കിൾസ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ബ്രിക്സ് അസോസിയേഷന്റെ കീഴിൽ വരുന്നതാണ് ഒരു ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ബോഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ അതിലേക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും ഇന്തോനേഷ്യ അതിന്റെ മെമ്പർ ആകാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലെ നിലവിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അവരുടെ വോട്ടിംഗ് ഷെയർസ് എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ഫിലിംസിന്റെ പെർസ്പെക്ടീവ് പഠിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ടോപ്പിക് ആന്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നിലവിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ആ കേസിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോയ്ക്കകത്ത് ഒരു സർട്ടൺ ഈ പറഞ്ഞ ലൂപ്പ് ഹോൾ ഉണ്ട്. ലൈക്ക് പറയുകയാണെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോയുടെ തീരുമാനം എടുക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ഹൗസ് ആണ്. ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ഹൗസ് ആണ് തീരുമാനം എടുക്കുന്നത്. ആ സഭയിൽ എടുക്കുന്ന തീരുമാനം ആ ഒരു പ്രിസൈഡിംഗ് ഓഫീസറിന് ഇത്ര നാൾക്കുള്ളിൽ ആ ഡിഫെക്ഷൻ ലോയുടെ തീരുമാനം എടുക്കണമെന്നില്ല, ടൈം ലിമിറ്റ് പറയുന്നില്ല. അപ്പോൾ സുപ്രീം കോടതി കൺസിഡറിംഗ് അങ്ങനെ ഒരു ടൈം ലിമിറ്റ് കൊണ്ടുവരാനായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആന്റി ഡിഫെക്ഷൻ ലോയെ കുറിച്ചിട്ട് അവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ബേസ് ഓഫ് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഗവേണൻസ് റിലേറ്റഡ് ആയിട്ട്. ദെൻ ഫോർത്ത് ടോപ്പിക് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ഇന്നലെ പാർലമെന്റിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ തന്നെ താരതമ്യേന കുറയ്ക്കാനായിട്ട് പോകുന്ന എന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. എസ്പെഷ്യലി ഇ വി കമ്പോണൻസ്, ഇ വി വെഹിക്കിൾസിന്റെയും അല്ലെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ ബാറ്ററി കമ്പോണൻസിന്റെ ഒക്കെ തന്നെ ഡ്യൂട്ടി സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. അത് എന്തിനാണ് അങ്ങനെ മാറ്റം വരുത്താൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു അവോയ്ഡ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ്. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് അവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഫിഫ്ത് ടോപ്പിക് ബ്ലാക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എസ്പെഷ്യലി ഇപ്പോൾ നമുക്കറിയാം ആ ഒരു റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബ്ലാക്ക് സീ ഇത്രത്തോളം തന്നെ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ 2022 കാലഘട്ടത്തിൽ നമ്മളൊരു ഇനീഷ്യേറ്റീവ് രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, എസ്പെഷ്യലി ഉക്രൈനിൽ നിന്നും പോരുന്ന ചരക്ക് ഗതാഗതങ്ങൾ കപ്പലുകളൊക്കെ തന്നെ റഷ്യ ആക്രമിക്കാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് പിന്നീട് റഷ്യ പിന്മാറിയ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 2023. വീണ്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വീണ്ടും ആ ഒരു ബ്ലാക്ക് സീ വാർത്തയിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരാൻ പോകുന്ന പ്രിലിംസിന് ആ ഒരു ടോപ്പിക്ക് വിശദമായിട്ടും പഠിക്കേണ്ടതുണ്ട്. ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഇന്റർനാഷണൽ റിലേഷൻ പെർസ്പെക്ടീവിലായിരിക്കും ടോപ്പിക്ക് പഠിക്കുന്നത്. പിന്നെ ബ്ലാക്ക് സീയുടെ നെയ്ബറിംഗ് കൺട്രീസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് വേൾഡ് ജോഗ്രഫിയും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ ടോപ്പിക്കിന് ശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ മോഡൽ എം സി കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് സോവറിൻ ഗോൾഡ് ബോണ്ട്സിനെ കുറിച്ചാണ്. സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ഹോഗ് ദ ലൈം ലൈറ്റ് ഇൻ സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കേണ്ടത് എന്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നുള്ളതാണ്. സോ സോവറിൻ ഗോൾഡ് ബോണ്ട് ആദ്യമായിട്ട് തുടങ്ങുന്നത് 2015 ഗവൺമെന്റ് ഇത് ലോഞ്ച് ചെയ്തത്. എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സ്കീം ലോഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലതവണ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒരെണ്ണമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ട വസ്തുക്കളൊന്നുള്ള പേര് പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഉണ്ട്, അതുപോലെ തന്നെ കോൾ ഉണ്ട്. ക്രൂഡ് ഓയിൽ, കോള്, ഗോൾഡ് തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. ബട്ട് നമുക്ക് പഠിക്കുന്നതാണ്, ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്, ഒരുപാടധികം ഇമ്പോർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് അതിനകത്ത് പ്രശ്നങ്ങൾ വരും. ബിക്കോസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോറിൻ കറൻസി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഒരുപാട് പോകുമ്പോഴേക്കാണ് നമുക്ക് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിലൊക്കെ തന്നെ ഡെഫിസിറ്റും കാര്യങ്ങളൊക്കെ വരികയും അത് നമ്മുടെ ക്രൈസിസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ രാജ്യത്ത് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം എല്ലാ ആളുകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ടാണ്. ജ്വല്ലറി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്, എന്നാൽ പോലും ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണ് കൂടുതലും പേര് സ്വർണം അല്ലെങ്കിൽ ഗോൾഡിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു നിക്ഷേപം സ്വർണത്തിനെ കണക്കാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വിദേശത്ത് ഇറക്കുമതി ചെയ്യേണ്ടി വരും, കാരണം ഇവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്. സോ ഗവൺമെന്റ് ചിന്തിച്ചു, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പകരം ഒരു ബോണ്ടിൽ തന്നെ ഗവൺമെന്റിന്റെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയ ബോണ്ടിന് നമുക്ക് ഈ ഒരു ഗോൾഡിന്റെ പ്രത്യേകതകൾ കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ആലോചനയിലാണ് ഇങ്ങനെ ഒരു സോവറിൻ ഗോൾഡ് ബോണ്ട് 2015 ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ഗോൾഡിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പകരം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഗ്രാംസ് ആയിട്ട് തന്നെ ഡിനോട്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ഇന്ന് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വാങ്ങാൻ സാധിക്കും. അതിൽ ഗ്രാമുകളായിട്ടായിരിക്കും ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവുക. 1 ഗ്രാം അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ ആ ബോണ്ടിൽ ഇപ്പോൾ 1 ഗ്രാമിന്റെ ഒരു ബോണ്ട് ആണെങ്കിൽ അതിന്റെ മൂല്യം എന്ന് പറയുന്നത് ഇന്നത്തെ സ്വർണത്തിന്റെ വിലയാണ് ആ ബോണ്ടിന്റെ മൂല്യം എന്ന് പറയുന്നത്. മേ ബി നമ്മളിപ്പോൾ 8,000 രൂപയാണെങ്കിൽ ആ 8,000 രൂപ കൊടുത്തിട്ട് 1 ഗ്രാമിന്റെ സോവറിൻ ഗോൾഡ് ബോണ്ട് പർച്ചേസ് ചെയ്യും. എന്നിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും എന്താണോ ആ ഒരു 1 ഗ്രാമിന് തുല്യമായിട്ടുള്ള കറണ്ട് മാർക്കറ്റ് വാല്യൂ, ആ മാർക്കറ്റ് വാല്യൂ കൊണ്ട് നമുക്ക് ഗവൺമെന്റ് ബോണ്ട് റെഡീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് ചിലപ്പോൾ നമ്മൾ മേടിച്ച് 8,000 രൂപയ്ക്കായിരിക്കും. 5 വർഷം കഴിഞ്ഞിട്ട് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് ഈ പറഞ്ഞ 12,000 രൂപയാണെങ്കിൽ അന്ന് നമ്മൾ റെഡീം ചെയ്യുമ്പോൾ നമുക്ക് 12,000 രൂപ കിട്ടും. ഇന്ന് നമ്മൾ വാങ്ങിച്ചു അന്ന് നമുക്ക് കിട്ടുന്ന തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ആയിട്ട് ബേസിക്കലി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണല്ലോ എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. നമ്മൾ ഫിസിക്കൽ ഗോൾഡിലാണ് നിക്ഷേപിക്കുന്ന പർപ്പസ് ആണ്. ഇന്ന് ചെറിയ വിലയിൽ അത് വാങ്ങി വെക്കുന്നു, ഭാവിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴേക്കും അത് സ്വർണ്ണം വിൽക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പണയം വെക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളൊരു സങ്കല്പമാണ് എല്ലാവരും സ്വർണ്ണത്തിന്മേലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഉള്ള ആളുകളെല്ലാം
അല്ലാതെ തന്നെ ഈ ഫിസിക്കൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് വർദ്ധിക്കുന്നതിന് പരിഹാര നിലയിലാണ് ഗവൺമെന്റ് ഈ ഒരു കൺസെപ്റ്റ് ലോഞ്ച് ചെയ്തു. നമ്മളെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നു, പക്ഷേ ഫിസിക്കൽ ഗോൾഡ് അല്ല നിക്ഷേപിക്കുന്നത് മാത്രമേ ഉള്ളൂ. സ്വർണ്ണത്തിന്റെ മൂല്യത്തിന് അടിസ്ഥാനമാക്കി അതിന്റെ വാല്യൂവിനായിരിക്കും നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കാം, കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. സോ സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ആർ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഡിനോമിനേറ്റഡ് ഇൻ ഗ്രാംസ് ഓഫ് ഗോൾഡ് ആൻഡ് SGB സ്കീം. SGB എന്ന് പറഞ്ഞാൽ സോവറിൻ ഗോൾഡ് ബോണ്ട് ആണ്. സ്കീം വാസ് ഫസ്റ്റ് ലോഞ്ച് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ October 30, 2015 ആൻഡ് ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോൾഡിംഗ് ഫിസിക്കൽ ഗോൾഡ്. ഫിസിക്കൽ ഗോൾഡിന് പരിഹാര നിലയിലാണ് ഇത് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. ഇൻവെസ്റ്റേഴ്സ് ഹൗ ടു പേ ദ ഇഷ്യൂ പ്രൈസ്, ആ ഗോൾഡിന്റെ പ്രൈസ് കൊടുക്കുക, ആൻഡ് ദ ബോണ്ട്സ് വിൽ ബി റെഡീംഡ് അപ്പോൺ മെച്ചൂരിറ്റി. ഇതിന്റെ മെച്ചൂരിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നോർമലി 8 years ആണ്. പക്ഷെ 5 വർഷത്തിനുള്ളിൽ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അത് തിരികെ ഗവൺമെന്റ് കൊടുത്ത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് ബോണ്ട് ഇസ് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിട്ടല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഖാന്തരമാണ് ഇത് റേസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇത് ആർക്കൊക്കെയാണ് വാങ്ങാനായിട്ടുള്ള അവസരമുള്ള എലിജിബിലിറ്റി ഉള്ളതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം, പരീക്ഷയിൽ ചോദിക്കാം. റെസിഡന്റ് എൻറ്റിറ്റീസ് ഇൻക്ലൂഡിംഗ് ഇൻഡിവിജ്വൽസ് ഇൻ ദർ കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഫോർ ബിഹാഫ് ഓഫ് മൈനർ ചൈൽഡ് ഓർ ജോയിൻലി വിത്ത് എനി അതർ ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ട്രസ്റ്റ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ തന്നെ ഈ ഒരു ഗവൺമെന്റ് ബോണ്ട്, ഈ ഒരു സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഫോറിൻ ഇൻഡിവിജ്വൽസിന് പറ്റത്തില്ല. അപ്പം പരീക്ഷയിൽ ചിലപ്പോൾ ഓപ്ഷൻ അത് ഫോറിൻ ഇൻഡിവിജ്വൽസ് ഒക്കെ പറഞ്ഞ് തെറ്റിച്ച് തരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. റെസിഡന്റ് ഇന്ത്യൻ എൻറ്റിറ്റീസ് ആയിരിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഓർത്തിരിക്കുക. റെസിഡന്റ് ഇന്ത്യൻ എൻറ്റിറ്റീസ്, ഈ റെസിഡന്റിനകത്ത് പറയുവാണെങ്കിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ ഫോറിന് വരാൻ പറ്റും. ബിക്കോസ് എനി ഫോറിനർ ഹു സ്റ്റേസ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 182 days ക്യാൻ ബി കൺസിഡർ ആസ് റെസിഡന്റ് ഇന്ത്യൻ എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്യുവർലി നമ്മളൊരു ഫോറിൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബട്ട് റെസിഡന്റ് ഇന്ത്യൻ എൻറ്റിറ്റീസിന് ഇത് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മിനിമം ആൻഡ് മാക്സിമം ലിമിറ്റ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ്? ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്. അപ്പം എല്ലാ ഇന്ത്യൻസും റെസിഡൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇപ്പൊ റെസിഡന്റ് ഞാൻ പറഞ്ഞല്ലോ, മിനിമം നമ്മളൊരു 182 ദിവസമെങ്കിലും കണ്ടിന്യൂസ്ലി ഇവിടെ കഴിയണം, അല്ലെങ്കിൽ 182 ദിവസത്തിന് മുകളിലേക്ക് നമ്മൾ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റെസിഡന്റ് ഇന്ത്യ അല്ല. അങ്ങനെയുള്ള ആളുകൾ വിളിക്കുന്നവരാണ് NRIs, നോൺ റെസിഡന്റ് ഇന്ത്യൻസ്. ഇവിടെ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ എൻറ്റിറ്റീസിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ടും ക്ലാരിഫൈഡ് ആയിട്ട് ഓർക്കുക കേട്ടോ. പരീക്ഷയിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റിച്ചൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് തരാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ക്ലാരിറ്റിയിൽ പറഞ്ഞത്. ശരി, വാട്ട് ആർ ദ മിനിമം ആൻഡ് മാക്സിമം ലിമിറ്റ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്? എത്രത്തോളം സ്വർണ്ണം നമുക്ക് ഇതിനകത്ത് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ സ്വർണ്ണത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം 1 gram ആണ്. പിന്നെ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പോകുന്നത്. ഒരു വ്യക്തിക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ 4 kg ആണ്. മിനിമം 1 gram മാക്സിമം 4 kg ഫോർ ഇൻഡിവിജ്വൽസും, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസ് ആണെങ്കിൽ 4 kg, 20 kg ഫോർ ട്രസ്റ്റ് ആൻഡ് സിമിലർ എൻറ്റിറ്റീസ്. ട്രസ്റ്റുകളൊക്കെയാണ് 20 kilogram സ്വർണ്ണം വരെയുള്ള മൂല്യത്തിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജോയിന്റ് ആയിട്ടുള്ള ഹോൾഡിംഗ് ആണെങ്കിൽ ജോയിന്റ്ലി ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയിന്റ്ലി ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ആ 4 കിലോ എന്നുള്ളത് ഫസ്റ്റ് അപ്ലിക്കന്റിന്റെ മുകളിലേക്കാണ് മാറുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ജോയിന്റ് ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഓഫ് 4 kg വിൽ ബി അപ്ലൈ ടു ദ ഫസ്റ്റ് അപ്ലിക്കന്റ് only. ഓക്കെ, ദെൻ ടെന്യൂർ. ഇതിന്റെ ടെന്യൂറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിന്റെ ടെന്യൂർ ഞാൻ ഓൾറെഡി പറഞ്ഞു, 8th ഇയറിലാണ് ഇതിന്റെ ടെന്യൂർ മെച്ചൂരിറ്റി പീരീഡ് വരുന്നത്. ബട്ട് ദർ ഇസ് എൻ ഓപ്ഷൻ ദ 5th, 6th ആൻഡ് 7th ഇയേഴ്സ് ടു ബി ഈ പറഞ്ഞ രീതിയിൽ പ്രീ മെച്ചൂർ എക്സിറ്റിനുള്ള ഒരു അവസരവും 5th ഇയർ തൊട്ടിട്ട് ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വരുന്നേക്കാം. ദെൻ ഫോർ ദ ഓതറൈസ്ഡ് ഏജൻസി സെല്ലിംഗ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ, ഇപ്പം ഇഷ്യൂ ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ത്രൂ RBI എന്ന് പറഞ്ഞു. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അധികാരം ആർക്കൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്ടഡ് ബ്രാഞ്ചസ് ഓഫ് നാഷണലൈസ്ഡ് ബ്രാഞ്ചസ് ഉണ്ടാവും, ബാങ്കുകൾ ഉണ്ടാവും. ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ബാങ്കുകൾക്ക് പറ്റും, ഷെഡ്യൂൾഡ് ഫോറിൻ ബാങ്കുകൾക്ക് സാധിക്കും, ഡെസിഗ്നേറ്റഡ് പോസ്റ്റ് ഓഫീസ് വഴി സാധിക്കും, സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഓതറൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഏത് ഡയറക്ട്ലി ഓർ ത്രൂ ഏജൻസി വഴിയും വേണമെങ്കിൽ സോവറിൻ ഗോൾഡ് ബോർഡ് ഈ പറഞ്ഞ സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ മറ്റു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ദേ ആർ അഷ്യൂർഡ് ഓഫ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഗോൾഡ് അറ്റ് ടൈം ഓഫ് മച്യൂരിറ്റി. ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ 1 ഗ്രാമിൽ നിക്ഷേപിക്കുന്നു, എന്നിട്ട് നമ്മൾ എന്നാണ് റിഡീം ചെയ്യുന്നത്, 8th ഇയറിലാണ് റിഡീം ചെയ്യുന്നത്. 8ാമത്തെ വർഷം സ്വർണ്ണത്തിന് അന്ന് 1 ഗ്രാമിന് എത്രയാണോ മൂല്യമുള്ളത് അതിനായിരിക്കും നമുക്ക് തിരിച്ചു തരുന്നത്. ഇന്നിപ്പോൾ വാങ്ങുമ്പോൾ 8,000 രൂപ, അന്ന് 8 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 12,000 രൂപയാണെങ്കിൽ 12,000 രൂപയാണ് നമുക്ക് മടക്കി തരുന്നത്. വിത്ത് പീരിയോഡിക്കൽ ഇൻട്രസ്റ്റും കിട്ടും, 2.5% പീരിയോഡിക്കൽ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ ദീസ് സെക്യൂരിറ്റീസ് ആർ എലിജിബിൾ ടു ബി യൂസ്ഡ് ആസ് കൊളാറ്ററൽ ഫോർ ലോൺസ് ഫ്രം ബാങ്ക്. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനോ ഒക്കെ തന്നെ ലോൺ എടുക്കാനായിട്ടുള്ള സെക്യൂരിറ്റീസ് ആയിട്ട് വേണമെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ മറ്റൊരു പ്രത്യേകത, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരില്ല എന്നുള്ള കാര്യം ഓർക്കാം. അതുകൊണ്ടാണ് ഇതിന് സെക്കൻഡറി മാർക്കറ്റിൽ കൊടുക്കാനായിട്ടും സാധിക്കുന്നത്. സോ ബോണ്ട്സ് വിൽ ബി ട്രേഡബിൾ ഓൺ secondary market with a fortnight of the issuance as the date of notified by RBI ആണ്. Then bonds can also be sold and transferred as per provisions of Government Securities Act 2006. അതായത് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്, പക്ഷേ
ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിൾ അല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അത് തിരിച്ചു വേണേൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നമുക്ക് കിട്ടുന്ന വർഷം കിട്ടുന്ന പലിശയുണ്ട്, ആ പലിശ ടാക്സബിൾ ആണ്. പക്ഷേ നമ്മൾ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ 8,000 രൂപയ്ക്ക് മേടിച്ചു, 8ാമത്തെ വർഷം വിറ്റപ്പോൾ 12,000 രൂപയ്ക്കാണ് വിറ്റെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ ഗെയിൻ ചെയ്ത് 4,000 രൂപയാണ്. ആ ക്യാപിറ്റൽ ഗെയിൻസിന് എന്തില്ല, ടാക്സ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് പ്രൊവിഷൻസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഗവൺമെന്റ് കാര്യങ്ങളിൽ പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വിറ്റുപോയ ഒരു കമ്പോണന്റ് ആണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇനി ഇതുപോലത്തെ ഒരെണ്ണം ലോഞ്ച് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ബിക്കോസ് ഗവൺമെന്റിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി പോയി. കാരണം ഗവൺമെന്റ് 2015 ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് സ്വർണ്ണത്തിന് 1 ഗ്രാമിന് 2,500 2,600 ആ നിലയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോ കറന്റ് പറയുകയാണെങ്കിൽ 8 ഇയർ ആയി ഇത് ലോഞ്ച് ചെയ്തിട്ട്, ഈ പറഞ്ഞ 8 ഇയർ ആയി റിഡീം ചെയ്യുന്ന സമയമായി. ഇപ്പൊ നിൽക്കുന്ന 1 ഗ്രാമിന് 8,000 ചിലവാനാണ്. മീൻസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഈ 8 വർഷങ്ങൾക്കുള്ളിൽ ഓൾമോസ്റ്റ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് 4 മടങ്ങാണ് അവർക്ക് വർധനമായിട്ട് വന്നിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലൊരു കാര്യമായിരുന്നു. ബട്ട് സർക്കാരിനെ സംബന്ധിച്ച് അതൊരു ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് ബാധ്യത ഗവൺമെന്റ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരെണ്ണം ലോഞ്ച് ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് സംശയമാണ്. എനിവേ ഈ പറഞ്ഞ പോലെ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമാണ് ഇത്രത്തോളം വാർത്തകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ളത്. So moving on next article, Indonesia to join BRICS New Development Bank. അപ്പോൾ ഇന്തോനേഷ്യ ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ശരിവേ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ബ്രിക്സ് എന്ന സംഘടനയുടെ ഒരു ബാങ്കിങ് അസോസിയേഷൻ ആണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നുള്ളത്. സോ ബ്രിക്സ് എന്ന് പറയുന്നത് അതിനകത്തെ അംഗരാജ്യങ്ങളുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ച് തുടങ്ങിയിരിക്കുന്നതാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. കാരണം തുടക്കത്തിൽ ഇതിനകത്ത് 5 രാജ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, നോൺ ആസ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇപ്പൊ നിലവിലെ ഓൾമോസ്റ്റ് 10 പേരോളം ഇതിന്റെ അകത്ത് മെമ്പർഷിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് എന്ന് പറയുന്ന 5 പേരാണ്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. സോ ഇന്ത്യ വാസ് ഓൾസോ ഫൗണ്ടിംഗ് മെമ്പർ ഓഫ് ബ്രിക്സ്. ദെൻ ഇപ്പം നിലയിൽ ഈ പറഞ്ഞ രീതിയിൽ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE ഒക്കെ തന്നെ മെമ്പറാണ്. ഈ പറഞ്ഞ രീതിയിൽ ഈ വർഷമാണ് ഇന്തോനേഷ്യ ഇതിന്റെ ഒഫീഷ്യൽ മെമ്പറായിട്ട് മാറിയപ്പോഴേക്കും ടോട്ടൽ മെമ്പർഷിപ്പ് 10 പേരായിട്ട് മാറിയിട്ടുള്ളത്. സൗദി അറേബ്യ ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇതിന്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ടാണ്. നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒഫീഷ്യൽ വെബ്സൈറ്റ് റെഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള കാര്യം. കാരണം സൈറ്റുകളിലൊക്കെ തന്നെ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒഫീഷ്യൽ സൈറ്റുകളായിരിക്കണം നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, തുടക്കം കുറിച്ച് ജൂലൈ 3, 2015 അന്നാണ് ഈ പറഞ്ഞ 5 രാജ്യങ്ങളും ഇതിനകത്ത് മെമ്പറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ 5 രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ചതാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ആ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ ഇവർ 5 പേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ 5 പേർക്കും ഈക്വൽ ആയിട്ടുള്ള ഷെയറുകൾ വീതിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. വിത്ത് വോട്ടിംഗ് പെർസെന്റേജ് ഓഫ് 18.98 ഈക്വലി 18.98% വീതമാണ് വോട്ടിംഗ് ശതമാനം ഇപ്പൊ നിലവിൽ 5 പേർക്കും ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള UAE ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ 1% ഉള്ളൂ. ഫൗണ്ടിംഗ് മെമ്പേഴ്സിന് ഈക്വൽ വോട്ടിംഗ് പവേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സ്റ്റേറ്റ്മെന്റിനകത്ത്. അതിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഇന്തോനേഷ്യയും കൂടെ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കാര്യം നോക്കാം. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ബ്രിക്സിന്റെയാണ്, ഷാങ്കായിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള കാര്യം കൂടി മറക്കാതെ ഓർത്തിരിക്കുക. പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. ന്യൂ ഡെവലപ്മെന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ഷാങ്കായിലാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ചെറിയൊരു പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു, അത്രേ ഉള്ളൂ. Then third article, Supreme Court considers question of timeline for speakers to decide on defection. ഞാൻ തുടക്കത്തിൽ നിന്ന് പറഞ്ഞിരുന്നു, നിലവിൽ നമ്മൾ ആന്റി ഡിഫെക്ഷൻ ലോയിലേക്ക് ഒരു തീരുമാനം എടുക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. ബട്ട് ദർ ഇസ് നോ ടൈം ലിമിറ്റ്, എത്ര നാൾക്കുള്ളിൽ തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ഒരു ഇതുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇലക്ഷന്റെ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വിചാരിക്കാം, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സ്പീക്കർ അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ തീരുമാനം എടുക്കുന്നത്. 11 ആളും വേണമെങ്കിൽ ആ മെമ്പറിന് സഭയിൽ തുടരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആന്റി ഡിഫെക്ഷൻ എന്ന് ഓർത്തിരിക്കാം. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂറുമാറുക എന്ന് പറയുന്നത്. അപ്പം ആന്റി ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം എന്ന് നമ്മൾ മലയാളത്തിൽ ബേസിക്കലി പറയും. സോ ആന്റി ഡിഫെക്ഷൻ ലോ ഇന്ത്യയിലെ തുടക്കം കുറിച്ച് 1985 52nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. അങ്ങനെയാണ് നമ്മൾ 10ാമത്തെ ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തതും ആ ആഡ് ചെയ്ത ആന്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. എന്തിനാണ് ഇങ്ങനെ ലോ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹെൽപ്പ് പൊളിറ്റീഷ്യൻസ് അക്കൗണ്ടബിൾ ടു വോട്ടേഴ്സ് ഹു എലക്ടഡ് ദം. നമ്മൾ ചിലപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ഈ പറഞ്ഞ പോലെ MP അല്ലെങ്കിൽ MLA ഒക്കെ ആക്കിയിട്ടുണ്ടാവാം, ആ വ്യക്തിയെ മാത്രം നോക്കിയിട്ടായിരിക്കത്തില്ല, ചിലപ്പോൾ ആ അദ്ദേഹം മത്സരിക്കാൻ നിന്ന പാർട്ടിയെ നോക്കിയിട്ടും കൂടെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വോട്ട് ചെയ്ത് ജയിച്ച് ഈ പറഞ്ഞ പോലെ വരുന്ന ഒരു റെപ്രസെന്റേറ്റീവ് വോട്ടിങ്ങിന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പാർട്ടി മാറി കഴിയുമ്പോഴേക്കും അത് ആ വോട്ടേഴ്സിനോട് കാണിക്കുന്ന ഒരു തെറ്റുകൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ ടു മേക്ക് പൊളിറ്റീഷ്യൻസ് മോർ അക്കൗണ്ടബിൾ ടു ദ വോട്ടേഴ്സ് ഹു എലക്ടഡ് ദം, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആൻഡ് കോഹഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി ഡിഫെക്ഷൻ ലോ 1985 കൊണ്ടുവന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ നിലവില് ആന്റി ഡിഫെക്ഷൻ ലോയുടെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് അറിഞ്ഞിരിക്കണം. ഇത് പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആകുന്ന ഇഫ് എ മെമ്പർ ഓഫ് എ ഹൗസ് ബിലോങ്ങിംഗ് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി ബിക്കംസ് ഡിസ്ക്വാളിഫൈഡ് ഫോർ ബീങ് എ മെമ്പർ ഓഫ് ദ ഹൗസ് ഇഫ് ഹി വോളണ്ടറിലി ഗീവ്സ് അപ്പ് ഹിസ് മെമ്പർഷിപ്പ് ഓഫ് സച്ച് പൊളിറ്റിക്കൽ പാർട്ടി. പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ അംഗത്വം സ്വമേധയാ രാജിവെക്കുകയാണെങ്കിൽ അദ്ദേഹം ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആവും. അല്ലെങ്കിൽ ഇഫ് ഹി വോട്ട്സ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം വോട്ടിംഗ് ഇൻ സച്ച് ഹൗസ് കോൺട്രറി ടു എനി ഡയറക്ഷൻ
issued by his political party without obtaining prior permission of such party, and such act has not been condemned by the party within 15 days. അതായത് പാർട്ടി പറഞ്ഞ രീതിയിൽ നമുക്കെല്ലാം ഇത്തരത്തിൽ ഇവര് പൊളിറ്റീഷ്യൻസ് ഒക്കെ തന്നെ സഭയിൽ എന്തെങ്കിലും ബില്ല് ഒക്കെ വോട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും ഇവർ കൊടുക്കുന്ന വോട്ടിങ്ങിന്റെ തീരുമാനം എന്ന് പറയുന്നത് പലപ്പോഴും ഇവരുടെ പാർട്ടി നൽകുന്ന നിർദ്ദേശമാണ്. അതിനുവേണ്ടിയാണ് ഓരോ പാർട്ടിയുടെ വിപ്പ് എന്നുള്ളൊരു കമ്പോണന്റ് സഭയിൽ ഉണ്ടാവും. അപ്പൊ ഈ പാർട്ടി വിപ്പ് നൽകുന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് എം പി അല്ലെങ്കിൽ എം എൽ എ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആളെ വേണമെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആക്കാം. ഒരു കേസ് എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഈ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആ പാർട്ടിയുടെ മുന്നറിവോടുകൂടി ആണെങ്കിൽ ഓക്കെ. അതുമല്ല, പാർട്ടി ഈ സംഭവം നടന്നു 15 ദിവസത്തിനുള്ളിൽ ആളെ ഈ പറഞ്ഞ രീതിയിൽ മീൻസ് സച്ച് ആക്ട് ഹാസ് നോട്ട് ബീൻ കണ്ടന്റ് ബൈ ദ പാർട്ടി വിതിൻ 15 ഡേയ്സ്. പാർട്ടി അത് പരിശോധിച്ചിട്ടൊന്നും ഇല്ല എങ്കിലും വേണമെങ്കിൽ 15 ദിവസമായിട്ടും ഇതാക്കിയിട്ടില്ല എങ്കിലും വേണമെങ്കിൽ ആളെ എന്ത് ചെയ്യാൻ സാധിക്കും? ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം അയോഗ്യനാക്കാനായിട്ട് സാധിക്കും. ഇനി ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സ് ആണെങ്കിൽ ആൻ ഇൻഡിപെൻഡന്റ് മെമ്പർ ഓഫ് ഹൗസ് ബിക്കം ഡിസ്ക്വാളിഫൈഡ് ഫ്രം റിമൈനിങ് മെമ്പർ ഓഫ് ഹൗസ് ഇഫ് ഹി ജോയിൻസ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടി ആഫ്റ്റർ സച്ച് ഇലക്ഷൻ. ഇൻഡിപെൻഡന്റ് മെമ്പർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഉടനെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കെതിരായിട്ട് ആന്റി ഡിഫെക്ഷൻ ലോ ബാധകമാകും എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. നേരെ തിരിച്ച് നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്തിരിക്കണം. 6 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആകാനുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. ഇനി ഇതിന് എക്സംഷൻ എന്ന് പറഞ്ഞാൽ മേർജറും അതുപോലെ മേർജറിന്റെ കാര്യത്തിലാണ്. ഇപ്പം ഇഫ് എ മെമ്പർ ഗോസ് ഔട്ട് ഓഫ് എ പാർട്ടി ടു merger of a party with another party, merger takes place when 2/3 of the members of the party agrees to such a merger. അതായത് പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞ പോലെ മറ്റൊരു പാർട്ടി ലയിക്കുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളൂ. അങ്ങനെയുള്ള തീരുമാനത്താൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ അതിന്റെ എക്സംഷൻസ് ആണ്. ആ ഒരു സമയത്ത് ആന്റി ഡിഫെക്ഷൻ ലോ ബാധകമാകത്തില്ല. ഇനി ഇത്തരത്തിലുള്ള ആന്റി ഡിഫെക്ഷൻ ലോയുടെ എല്ലാ തരത്തിൽ ഉള്ള തീരുമാനം എടുക്കേണ്ടത് ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ആ പ്രിസൈഡിംഗ് ഓഫീസർ എടുക്കുന്ന തീരുമാനം നമ്മൾ ലോ ബുക്കിനകത്ത് പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ജുഡീഷ്യൽ റിവ്യൂവിന് പോസിബിലിറ്റി ഇല്ല എന്നായിരുന്നു. പക്ഷേ കറന്റ് പറയുവാണെങ്കിൽ ഓരോ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റിന് ശേഷം ഇപ്പൊ നിലവിലെ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ എടുക്കുന്ന തീരുമാനം സുപ്രീം കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂവിന് നൽകാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഒരു സഭയുടെ മെമ്പർ ആയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ആവുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ടിയുടെ മെമ്പർഷിപ്പ് വോളണ്ടറിലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ആളി പറഞ്ഞ പോലെ അംഗത്വം ഡിസ്ക്വാളിഫൈഡ് ആകത്തില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ അത്രയാണ് ആ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാനുള്ളത്. ഗവൺമെന്റ് ഈസ് കൺസിഡറിംഗ്, സുപ്രീം കോടതി ഈസ് കൺസിഡറിംഗ് ടു ഇംപ്ലിമെന്റ് എ ടൈം ലൈൻ ഫോർ സ്പീക്കേഴ്സ് ടു ഡിസൈഡ്. അതൊരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ കുറ്റവാളികളായിട്ടുള്ള അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോ ബാധകമാകേണ്ടി വരുന്ന എം പി അല്ലെങ്കിൽ എം എൽ എ വരെ വർഷങ്ങളോളം സഭയിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും വരാറുണ്ട്. ഓക്കെ, then moving on to fourth article, government drops import duty on EV phone battery components ഉള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എന്തിനാണ് ഗവൺമെന്റ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ in order to avoid inverted duty structure അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ നിലപാട് എടുത്തിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പഠിക്കാൻ പോകുന്നു. സോ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ occurs when import tax on raw materials or parts is higher than the tax on the final products made from them. അതായത് നമ്മളൊരു ഫൈനൽ വസ്തു ഉണ്ടാക്കുന്നു. ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ അതിന്റെ ഫൈനൽ രൂപത്തിലിരിക്കുകയാണ്. അത് നമുക്ക് വിദേശത്ത് നിന്ന് ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യണം. ഈ മൊബൈൽ ഫോൺ ഇറക്കുമതി ചെയ്യാനായിട്ട് നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കേണ്ടി വരുന്ന ടാക്സ് 20% വിചാരിക്കാം. നേരെ തിരിച്ച് ഇവിടെ ഇതേ മൊബൈൽ ഫോൺ നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അതിന്റെ ചിപ്പുകൾ, അങ്ങനെയുള്ള പല പല കമ്പോണന്റ് ഉണ്ട്. അങ്ങനെ ഈ മൊബൈൽ ഫോൺ നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ചിപ്പുകളും എല്ലാം കൂടി എടുത്തു കഴിയുമ്പോഴേക്കും ഇവിടെ നിർമ്മിക്കാനായിട്ട് വേണ്ടി വരുന്ന ടാക്സ് 25% ആണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് നമ്മൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, വിച്ച് മീൻസ് ഫൈനൽ പ്രൊഡക്റ്റിന് വില കുറവും എന്നാൽ അതിന്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസ് ആയിട്ടിരിക്കുമ്പോഴേക്കും അതിന്റെ ടാക്സ് റേറ്റ് വളരെ കൂടുതലായിട്ടിരിക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശത്തു നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി താരതമ്യേന വർദ്ധിപ്പിക്കാനാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു ഡിഫക്റ്റ് എന്നുള്ള കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ കൂടുതൽ സാധനങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ഇവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കത്തില്ല. പക്ഷെ ഇവിടെ പ്രൊഡക്ഷൻ നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എംപ്ലോയ്മെന്റ് ലെവലൊക്കെ ഇതിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ inverted duty structure എന്താണ്? Occurs when import tax on raw materials or parts is higher than the tax on the final products made from them. For example, a car manufacturer might pay high tax on imported car parts, while a tax on a fully built car is lower. Inverted duty structure. Then why does it occur? It is often unintentionally created by existing tax policy. Unintentionally created, and the government might set lower tax on finished goods to encourage foreign trade, but this can end up penalizing domestic market manufacturers who rely on importing raw materials or parts for their
പ്രോഡക്ട്സ്. ഇപ്പോൾ ലോക്കൽ മാനുഫാക്ചറിങ്ങിനെ ഇത് നെഗറ്റീവ്ലി ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ലെവലിനൊക്കെ തന്നെ നെഗറ്റീവ്ലി ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ദെൻ വാട്ട് ഹാം ഡസ് ഇറ്റ് കോസ്, അതുപോലെ എന്തൊക്കെ പ്രശ്നം വരാൻ ചാൻസ് എന്ന് ചോദിച്ചാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ സാധനങ്ങളുടെ വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ലോക്കൽ മാനുഫാക്ചറിംഗ് വെച്ച് എസെൻഷ്യൽ പാർട്ടുകൾ ഹൈ ടാക്സ് കൊടുത്ത് മേടിക്കുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ റെഡ്യൂസ്ഡ് കോമ്പറ്റീറ്റീവ്സ്, കാരണം വില കൂടി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിന് കോമ്പറ്റീറ്റീവ്സ് നഷ്ടപ്പെടും. ദെൻ ഇമ്പാക്ട് ഓൺ കീ സെക്ടേഴ്സ്, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ്, ഓട്ടോമൊബൈൽ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സെക്ടറുകളിൽ നമ്മൾ കുറേയും കൂടെ ഇമ്പോർട്ട് ആശ്രയിക്കുന്ന സെക്ടേഴ്സ് ആണെങ്കിൽ അവിടങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ ഹെവി പ്രൈസ് പേ ചെയ്യേണ്ടി വരും. പിന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹൈ ഡ്യൂട്ടി കൊടുത്ത് പാർട്സുകൾ ഇറക്കേണ്ടി വരുന്നത് കാരണം ഓട്ടോമാറ്റിക്കലി ഇവിടെ കേന്ദ്രീകരിച്ച് സ്മഗ്ലിങ്ങും ടാക്സ് ഈവേഷൻ റിസ്കുകളൊക്കെ പലപ്പോഴും കൂടാനായിട്ടും ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ മെയിൻലി ഈ ഒരു ടോപ്പിക് ഓർത്തിരിക്കേണ്ടത് എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്നുള്ള കാര്യമാണ്. അവിടെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൽ ഇൻഡിവിജ്വൽ പാർട്സിന്റെ ടാക്സ് റേറ്റ് കൂടുതലാണ് കമ്പയർഡ് ടു ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, then moving on to last article, Russia Ukraine have agreed to end military action in Black Sea എന്നതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ബ്ലാക്ക് സിയുടെ ആ ഒരു സറൗണ്ടിങ് നേഷൻസ് ഒന്ന് പരിശോധിക്കാം, ബിക്കോസ് വേൾഡ് ജോഗ്രഫി ആവശ്യമായിട്ട് മാറ്റാം. ബ്ലാക്ക് സിയിൽ സറൗണ്ട് ചെയ്യുന്ന ഒന്ന് ഉക്രൈൻ, ദെൻ ഈ പറഞ്ഞ പോലെ റഷ്യ, ജോർജിയ, ടർക്കി, ദെൻ ബൾഗേറിയ ആൻഡ് റൊമാനിയ. ഇത്രയും 5 രാജ്യങ്ങളാണ്, സോറി 6 രാജ്യങ്ങളാണ് ബ്ലാക്ക് സിയെ ബോർഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് സീ കഴിഞ്ഞിട്ട് തൊട്ട് മുകളിൽ സി ഓഫ് അസോവ് നമുക്ക് കാണാൻ സാധിക്കും. സി ഓഫ് അസോവ് ആണ് ബേസിക്കലി ഉക്രൈനും റഷ്യക്കും ഇടയിൽ ഉള്ള ഒരു കടലാണ് സി ഓഫ് അസോവ് എന്ന് പറയുന്നത്. ദെൻ ബോസ്ഫോറസ് സ്ട്രേറ്റ് കാണാൻ സാധിക്കും. ബോസ്ഫോറസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് സീയെയും മർമറ സീയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബോസ്ഫോറസ് സ്ട്രേറ്റ്. നേരെ തിരിച്ച് ഇവിടെ നിങ്ങൾക്ക് ഏജിയൻ സീയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ദെൻ മെഡിറ്ററേനിയൻ സീയും കാണാനായിട്ട് പറ്റും. സോ ഒന്നുകൂടെ പറയാം, ബ്ലാക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളൊക്കെയാണ് ഉക്രൈൻ, റഷ്യ, ജോർജിയ, ടർക്കി, ദെൻ ബൾഗേറിയ ആൻഡ് റൊമാനിയ എന്നുള്ള കാര്യം മറക്കാതെ ഓർത്ത് വെച്ചേക്കുക. ബിക്കോസ് ഇതൊക്കെ ഇത്രയും വാർത്തയിലുള്ളതുകൊണ്ട് തന്നെ മേ ബി ഫിലിംസിന് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സറൗണ്ടിങ് കൺട്രീസിനെ സംബന്ധിച്ച് ഓഫ് ബ്ലാക്ക് സീ. ദെൻ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്, എസ്പെഷ്യലി റഷ്യ ഉക്രൈൻ ഹാവ് അഗ്രീഡ് ടു എൻഡ് മിലിറ്ററി ആക്ഷൻ ബ്ലാക്ക് സീ. 2022 കാലഘട്ടത്തിൽ ആ ഒരു റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ടർക്കിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ബ്ലാക്ക് സീ ഗ്രീൻ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ബിക്കോസ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഒരുപാടധികം വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത രാജ്യമാണ്, എസ്പെഷ്യലി അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ തന്നെ ധാരാളം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. ബിക്കോസ് ഉക്രൈൻ ഈസ് എമംഗ് ദ വേൾഡ്സ് ബിഗസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഫുഡ് ഗ്രെയിൻസ് സച്ച് ആസ് വീറ്റ് ആൻഡ് കോൺ ആൻഡ് എ മേജർ കോൺട്രിബ്യൂട്ടർ ടു യുഎൻസ് ഫുഡ് എയ്ഡ് പ്രോഗ്രാംസിലേക്ക് കോൺട്രിബ്യൂട്ടർ കൂടിയാണ്. അപ്പോൾ അവിടെ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യ പറഞ്ഞ രീതിയിൽ അവിടുത്തെ പോർട്ടുകളൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ ബ്ലോക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് വിദേശ മാർക്കറ്റിലേക്ക് ഫുഡ് ഗ്രെയിൻസ് അധികം കിട്ടാതെ വരികയും വിദേശ മാർക്കറ്റുകളിൽ പലയിടങ്ങളിലും ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പാകിസ്ഥാനിലൊക്കെ ആ സമയത്ത് വീറ്റിന്റെ പ്രൈസ് ഒക്കെ തന്നെ സ്കൈ റോക്കറ്റ് ചെയ്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 2015 ടർക്കി ഇടപെട്ടിട്ട് സോറി 2022 ടർക്കി ഇടപെട്ടിട്ട് ടർക്കിയും അതുപോലെ UN ഇടപെട്ടിട്ട് റഷ്യയുടെയും ഉക്രൈനും ഇടയിലുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലാക്ക് സീ ഗ്രീൻ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇനീഷ്യേറ്റീവ് 2023 ശരിക്കും പറഞ്ഞാൽ റഷ്യ ഈ പറഞ്ഞ പോലെ പിന്മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അവരുടെ ആംഗിളിൽ മറ്റ് പാർട്ട്നേഴ്സ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത മറ്റ് പാർട്ട്നേഴ്സ് ഇതിൽ നിന്നും പിന്മാറുന്നു അല്ലെങ്കിൽ ഇത് പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഇത് പിന്മാറുകയാണ് 2023 എന്ന് പറഞ്ഞുകൊണ്ടാണ് റഷ്യ ഇതിൽ നിന്നും പിന്മാറിയത്. ഇപ്പോൾ വീണ്ടും ഇതിന്മേൽ ചർച്ചകൾ നടക്കുകയാണ്. അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് US നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. അവിടെ വെച്ചിട്ട് റഷ്യ പറഞ്ഞ കാര്യമാണ്, ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഈ സ്വിഫ്റ്റ് എന്നുള്ള മെക്കാനിസം ആഡ് ചെയ്യണം. സ്വിഫ്റ്റ് എന്ന് പറയുന്ന മെസ്സേജ് പ്ലാറ്റ്ഫോം ആണ്. അതായത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വിദേശത്തേക്ക് തന്നെ പൈസ അയച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ പൈസ കിട്ടി എന്നുള്ള മെസ്സേജുകൾ ഇവിടെ വരണമല്ലോ. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ മെസ്സേജിംഗ് സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആണ് സ്വിഫ്റ്റ് എന്ന് ബേസിക്കലി പറയുകയാണ്. ആ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോംസ് നിന്ന് ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ സെറ്റിൽമെന്റ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കും. ആ സ്വിഫ്റ്റ് എന്നുള്ള സെറ്റിൽമെന്റ് സിസ്റ്റത്തിൽ ഞങ്ങൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം റഷ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയിലേക്ക് ഇപ്പം റഷ്യയുടെ മുകളിൽ വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് സാങ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി US ഒക്കെ ഒരുപാട് സാങ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ സാങ്ഷൻസ് എസ്പെഷ്യലി അഗ്രികൾച്ചർ ആൻഡ് ഫെർട്ടിലൈസർ എക്സ്പോർട്സിന്മേൽ ആ സാങ്ഷൻസ് ഒഴിവാക്കി തരണം എന്നുള്ളതാണ് റഷ്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിവേ ബ്ലാക്ക് സീ ഗ്രീൻ ഇനിഷ്യേറ്റീവ് റഷ്യ ഇൻവേർട്ടർ കൺട്രി ആൻഡ് ബ്ലോക്ക് എക്സ്പോർട്ട് ഇറ്റ്സ് ആൻഡ് ഫുഡ് പ്രൈസസ് സോറിംഗ് ആൻഡ് റേസ് ഫിയേഴ്സ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ഇൻ പൂർ നേഷണൽ കൺട്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിന് മധ്യസ്ഥ വഹിച്ചതായിരുന്നു UN ടർക്കിയും കൂടെ ചേർത്തിട്ടാണ് ബ്ലാക്ക് സീ ഗ്രീൻ ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് ബിറ്റ്വീൻ റഷ്യ ആൻഡ് യുക്രൈൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. Then സ്വിഫ്റ്റ് എന്നുള്ള സിസ്റ്റം ഞാൻ പറഞ്ഞു, സ്വിഫ്റ്റ് എന്ന് പറയുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ്. മെമ്പർ ഓൺ കോപ്പറേറ്റീവ് ദാറ്റ് പ്രൊവൈഡ് സേഫ് ആൻഡ് സെക്യൂർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. 1973 239 ബാങ്കുകൾ ചേർന്ന് 15 രാജ്യങ്ങളിലെ 239 ബാങ്കുകൾ ചേർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താണ് സ്വിഫ്റ്റ് സിസ്റ്റം. ഇതൊരു ഓർഗനൈസേഷൻ അല്ല, ഇതൊരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം മാത്രമാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ലാർജ് ആൻഡ് മോസ്റ്റ് സ്ട്രീംലൈൻ മെത്തേഡ് ഫോർ ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആണ്. ദെൻ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഈച്ച് ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ യൂണിക് കോഡ് കിട്ടും. ഇതർ 8 or 11 ഡിജിറ്റ് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന കോഡാണ്.
ആ കോഡാണ് ബാങ്ക് ഐഡന്റിഫയർ കോഡ്, അഥവാ BIC ആയിട്ട് രേഖപ്പെടുത്തുന്നത്. ഇത് വെച്ചിട്ടാണ് പേയ്മെന്റ്സ് ഒക്കെ തന്നെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇത്രയാണ് ആ ഒരു സ്വിഫ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ബ്ലാക്ക് സീ ഗ്രെയിൻ ഇനിഷ്യേറ്റീവ് കൃത്യമായിട്ട് ഓർക്കുക. UN ഉം ടർക്കിയും ചേർന്നിട്ടാണ് ലോഞ്ച് ചെയ്ത് ഒരു റഷ്യ ആൻഡ് യുക്രൈൻ. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ടോപ്പിക്സ്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.